ഇതിലേക്ക് നിങ്ങൾ എന്താണ് പാസ്വേഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അതൊക്കെ ആഡ് ചെയ്തോണം. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒരു ഡ്രോപ്പ് ലൈൻ വന്നിണെങ്കിൽ, ഇപ്പോൾ സ്റ്റേറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ടാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഇതിനെയാണ് നമുക്ക് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ടാഗ് ഓപ്ഷൻ എന്നുള്ള കൊടുക്കുന്നുണ്ട്. സോ ഓപ്ഷൻ വാല്യൂ സെലക്ട് സ്റ്റേറ്റ്. സീറോ എന്ന് പറഞ്ഞു ഓപ്ഷനിൽ ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് ഇടാം. ഇനി സെലക്ട് ആയി പേര് കൊടുക്കാം. നെയിം ഇസ് ഈക്വൽ ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി വാലിഡേറ്റില് let state equal to document dot query selector. ഇത് നെയിം വൈസ് ആണ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ സെലക്ട് എന്നുള്ളൊരു ടാഗാണ് നമുക്ക് വരുന്നത്. സെലക്ട് ടാഗ്, അതിൻ്റെ ഉള്ളിൽ നെയിം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക പേര് സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് നമ്മൾ if state dot value equal to 0 ആണെങ്കിൽ valid false, state is required എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് സ്റ്റേറ്റ് ഇസ് റിക്വയർഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. സെയിം വേ എൽസിൽ എന്ത് കൊടുത്താൽ മതി, error dot
ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു ബ്ലാങ്ക് ചെയ്യാം. പോയി. ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന്റെ തിയറി ഇത്രയേ ഉള്ളൂ. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന സാധനമാണ്. അപ്പൊ യൂസർ അത് മാറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? അത് തന്നെ ആയിരിക്കും. അപ്പൊ അതില് വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, വാല്യൂ സീറോ ആണ്. ഇപ്പൊ വാലിഡേഷനിൽ എന്ത് പറ്റും? ഞാൻ ഡോക്യുമെന്റഡ് ക്യൂറി സെലക്ട് നെയിം സെലക്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഈ നമ്മുടെ സെലക്ട് ടാഗിന്റെ ഫോക്കസ് ചെയ്ത് അതിന്റെ വാല്യൂ എടുക്കുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വന്നത് ഏതാണോ അതിന്റെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ സീറോ ആണ്. അപ്പൊ അതാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യൂസർ അത് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് സെലക്ട് ചെയ്യണം എന്ന് പറയാം. അല്ലാത്ത പക്ഷമാണെങ്കിൽ അത് സെലക്ട് ആക്കി എന്നുള്ളൂ. അപ്പൊ അതാണ്, ആ ഒരു ലോജിക്കിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മള് എന്താണ്, സെലക്ട് ടാഗിന്റെ നെയിം വെച്ചിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്ന അതിന്റെ വാല്യൂ എടുക്കുന്നു. വാല്യൂ കേരള ഉണ്ട്, കർണാടക ഉണ്ട്, തമിഴ്നാടും ഉണ്ട്, പിന്നെ സീറോ ഉണ്ട് ഡിഫോൾട്ട് ആയിട്ട്. അപ്പൊ സീറോ ചെക്ക് ചെയ്താൽ മതി. സീറോ ആണെങ്കിൽ അതിന്റെ അർത്ഥം അവർ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡ്രസ്സിന്റെ കേസും ഇത് തന്നെ, ഇതേപോലെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ബ്ലാങ്ക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. സാധാരണ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാലിഡേഷൻ കൊടുക്കാറില്ല, അത് റെക്കോർഡിംഗ് അല്ല ചിലത്. പിന്നെ HTML തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിക്വയർഡ് എന്ന് പറഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാലിഡേഷനിൽ തന്നെയാണ്. ബ്ലാങ്ക് വാല്യൂസ് ഒന്നും പോകില്ല. ഇതില് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ പേരിന്റെ ഒപ്പം ഒരു നമ്പർ കാര്യങ്ങൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ഇതൊരു ഇൻവാലിഡ് കണ്ടന്റാ. അതായത് ഞാൻ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പോകും. കണ്ടോ, യാതൊരു ഇതും കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് എറേഴ്സ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എറർ ആണത്. അപ്പൊ എന്താണ്? പ്യുവർ ടെക്സ്റ്റ് മാത്രം, ആൽഫബറ്റ്സ് മാത്രമായിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. പാറ്റേൺസ് നമുക്കത് ഗൂഗിളിൽ നിന്ന് എടുക്കാവുന്നുള്ളൂ. ഇപ്പോ ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ ആൽഫബറ്റിക് വാലിഡേഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് ഫോൾഡർ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇതിനെയാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ ജി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എന്നുള്ള അർത്ഥം. ഓക്കെ, ഡോളർ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. കണ്ടീഷൻ വരുന്നത് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. അതായത് സ്മോൾ ലെറ്റർ ആയിട്ടുള്ള A to Z ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള AZ to Z അതിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളതാണ്. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് ഈ പാറ്റേൺസ് ഈ പറയുന്ന ടെക്സ്റ്റ് ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന പാറ്റേൺ അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് ആ എറർ കാണിക്കും. പാറ്റേൺ ഉദ്ദേശിക്കുന്നവര് എന്തൊക്കെ വേണം? സ്മോൾ ലെറ്ററിൽ ABCDs ഉണ്ടാകാം, ക്യാപിറ്റൽ ഉണ്ടാകാം. പക്ഷെ ഇതിൽ പറയാത്ത കാര്യം എന്താ? നമ്പേഴ്സും കാര്യങ്ങളാണ്. അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ തെറ്റായി പോകും. അതാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പാറ്റേൺസ് ആയിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ വരേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ വരേണ്ടത്. അതിന് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പാറ്റേൺസ് തുടങ്ങുന്നത് സ്ലാഷിലാണ്, കണ്ടോ, എൻഡ് ചെയ്യുന്നതും സ്ലാഷിലാണ്. നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. സോ ഇപ്പോ ഇതില് ഗ്ലോബലായിട്ട് നമുക്ക് ഇതാക്കാം. ലെറ്റ് എഫ് പാറ്റേൺ ഈക്വൽ ടു സ്ലാഷ്
ഇൻവേർട്ടഡ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ ടു ഇസഡ് ദെൻ ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ഇസഡ് സ്പേസ്. കാരണം നമ്മൾ ഫുൾ നെയിം പറഞ്ഞേക്കാം. ഇപ്പോൾ ഒരാളുടെ പേര് ടൈപ്പ് ചെയ്ത് സ്പേസ് കൊടുക്കും. ഇപ്പോൾ സ്പേസ് വേണം, സ്പേസ് ഉണ്ടാകാം, ആൽഫബറ്റ്സ് ഉണ്ടാകാം, നമ്പേഴ്സ് ഉണ്ടാകാൻ പറ്റില്ല, പ്ലസ് ഡോളർ എല്ലാം, ദെൻ സ്ലാഷ് ക്ലോസ് ചെയ്യാം. ഇതാണ് പാറ്റേൺസ്. നമുക്കത് നെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ കാര്യത്തിനൊക്കെ ഇത് മതി. ഇമെയിലിൻ്റെ ഇതൊക്കെ വലിയ കട പാറ്റേൺസ് ആണ്, അത് നമ്മൾ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൂ. ഇനി ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ വന്നു, ഇവിടെ എന്താ നമ്മൾ ചെക്ക് ചെയ്ത ബ്ലാങ്ക് ആണോ അല്ലേ എന്നുള്ള. ബ്ലാങ്ക് അല്ലെങ്കിലാണ് നമുക്ക് എന്താണ് അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ടത്. ബ്ലാങ്ക് ആണെങ്കിൽ ഓക്കെ, ഇത് ബ്ലാങ്ക് ആണ്, നിങ്ങൾ കണ്ടന്റ് ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എൽസ് ഇഫ് ഇട്ട് കൊടുത്തുകൊണ്ട് അടുത്ത കണ്ടീഷനിലേക്ക് വരും. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് പാറ്റേൺ ഡോട്ട് ടെസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എന്തിട്ട് കൊടുത്താൽ മതി, എഫ് നെയിം ഡോട്ട് വാല്യൂ. ഓക്കെ, അപ്പം അത് ട്രൂ അല്ലെങ്കിൽ, ദാറ്റ് ഇസ് നോട്ട് പാറ്റേൺ ആയിട്ട് മാച്ച് ആയില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ വന്നത് ഫോൾസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഇൻവേർട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് പറ്റും, ട്രൂ ആയിട്ട് മാറും. അതായത് പാറ്റേൺ ട്രൂ ആണെങ്കിൽ ഇഫ് കണ്ടീഷനിലല്ലേ പോകുള്ളൂ. അപ്പം ശരിയാണെങ്കിൽ നമ്മൾ പോയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ആൽഫബറ്റ് തെറ്റാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വന്നതിൻ്റെ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ടുഗിൾ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ട്രൂ വരും, എന്തായിട്ട് മാറും, ഇത് ഫോൾസ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന പാറ്റേണിൽ പെടാതെ വന്നാൽ ഫോൾസ് റിട്ടേൺ ആവും. അപ്പോൾ ഇവിടെ നോട്ട് കൊടുത്തുകൊണ്ട് അത് ട്രൂ ആവും. അപ്പം എനിക്കിവിടെ എന്ത് കൊടുക്കാം, എറർ മെസ്സേജ് പറഞ്ഞു കൊടുക്കാം, ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു എന്താണ് only only alphabetic is allowed എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് എന്താണെങ്കിലും എഴുതാം. നിങ്ങൾക്ക് പ്രോംപ്റ്റ് പ്ലീസ് ചെക്ക് യുവർ ഫുൾ നെയിം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ only alphabets is allowed എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. കൂട്ടത്തിൽ വാലിഡ് ഫോൾസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ വാലിഡ് എന്തുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഫോൾസ് കൊടുക്കണമെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഇതാക്കാം. ഇനി നമുക്കൊന്നുകൂടി നോക്കാം. ഞാനിപ്പോൾ ഇതിൽ നമ്പേഴ്സ് ഇട്ടു, റീഡിങ് നമുക്ക് പാറ്റേൺ ടെസ്റ്റ്. ഓക്കെ, ആവശ്യമൊന്നുമില്ല. എഫ് നെയിം കറക്റ്റാണുള്ളത്. error only alphabetic is working on. Star
ചില ടെസ്റ്റ് എടുക്കാം. ടെസ്റ്റ് ഇതാണ് കറക്റ്റ് കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ഓക്കെ. സ്റ്റാർ $/G കൊടുക്കാം. സ്റ്റാർ ഫോർ ഗ്ലോബൽ, G ഫോർ ഗ്ലോബൽ. അതല്ല കാര്യം. FPTTREN പാറ്റേൺ. FPTTREN pattern text f name value. Okay. Errors. Yeah. F name dot value. Okay. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാറ്. വരുമ്പോ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. കണ്ണത് കുരു എന്താന്ന് പറഞ്ഞോടാ. പോയില്ലേ ഇത് തന്നെ ഇവിടെ നിന്ന് അവിടെ പോയാലുള്ള പ്രശ്നം. അവിടുത്തെ ഹീറ്റിന് കഴിക്കാൻ പറ്റില്ല. 22 വർഷം അവിടെ ജീവിച്ചിട്ട് തന്നെ എനിക്ക് തന്നെ പറ്റാതായിട്ട്. ഞാൻ കഴിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചതല്ല, ഇതുവരെ കഴിക്കാൻ പറ്റുന്നില്ല. അവിടെ പോയിട്ട് 4 ദിവസം ഫീവർ, ട്രിപ്പ് കഴിച്ച് എല്ലാം ചെയ്യും. വയ്യാതായിപ്പോ ചൂട് എന്തൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. സദ്യക്ക് വന്നപ്പോ എനിക്ക് സീറ്റ് ഇട്ട് നട്ടുച്ച ഉയരത്തിന്റെ താഴെ. അതാണ് ഇത് പ്രശ്നം. ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ let's see. FPAT pattern dot text f name dot value. Okay. ഇത് സ്ട്രിങ്ങിലേക്ക് വരണം. ചിലപ്പോൾ നമുക്ക് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇത് ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വന്നതെല്ലാം സ്ട്രിങ് ആയിരിക്കും.
ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അലേർട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. നോട്ട് കൊടുക്കാം. അങ്ങനെയാണ് എനിക്കത്. ആ, നമ്മൾ ഇവിടെയാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ടെക്സ്റ്റ് അലേർട്ട് നോക്കാം. അലേർട്ട് ചെക്ക് യുവർ നെയിം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിലെ നമ്പേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ, നമുക്ക് അതില്ല. ഇപ്പൊ പേരിന്റെ ഒപ്പം സ്പേസ് ഇട്ടിട്ട് ഇപ്പൊ നമ്പേഴ്സും കയറി വന്നിട്ടുണ്ടെങ്കിൽ വേണം ചെക്ക് യുവർ നെയിം. നമുക്ക് എറർ ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് ഓക്കെ. എൽസിഫിൽ വന്ന് ഇത് ആക്റ്റീവായി. റിഫ്രഷ്. ചെക്ക് യുവർ നെയിം. പക്ഷെ ഇവിടെ നമുക്ക് പ്രിന്റ് ആകുന്നില്ല. അത് മാത്രം ഇതിലേക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡ് മാത്രം എക്സിക്യൂട്ട് ആവുന്നില്ല. ബാക്കി എല്ലാത്തിലും അത് വരുന്നുണ്ട്. എറർ ഡോട്ട് കണ്ടന്റ് ഫുൾ നെയിം അതെന്താണ് വരാത്തത്? എൽസ് പാർട്ടിലേക്ക് ജമ്പ് ചെയ്യില്ലല്ലോ. ഓ, അതെന്താന്ന് അറിയാം, നമ്മളെല്ലായിടത്തും ഒരേ ഇതല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നതിലേക്ക് എന്ത് പറ്റുന്നുണ്ട്? ഇതാണ്, ഇത് ആക്റ്റീവ് ആവും. ഇത് ആക്റ്റീവ് ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ സെയിം പാത്രം ആണ് എറർ. അപ്പൊ എന്ത് പറ്റും? ഏറ്റവും ലാസ്റ്റ് അത് ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കണ്ടന്റ് കാണാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ ഡിവ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് നമുക്കത് ഈസി ആയിട്ട് മാറ്റാവുന്നതാണ് എററിൻ്റെ. കാരണം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഹോബിയുടെയും കയറി വരുന്നു. ഹോബിയിൽ നോക്കുമ്പോൾ ഫില്ലാണെങ്കിൽ നേരെ ഇതാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഇത് കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം കണ്ടന്റ് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ അതെന്താ റീപ്ലേസ് ചെയ്യും. ഇപ്പം തൽക്കാലം അലേർട്ട് ഇട്ടാൽ മതി, ചെക്ക് യുവർ നെയിം എന്നല്ലെങ്കിൽ ഓൺലി ആൽഫബറ്റ്സ് ആൽഫബറ്റിക് സ്റ്റുഡന്റ് ആണല്ലേ? അനീഷേനെ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, അനീഷേനെ ഞാൻ റിമൂവ് ചെയ്തു. അനീഷ
രണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ആണല്ലോ. പിന്റെ ഗ്രൂപ്പ് അനീഷ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിന് പോയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എററിനെ ഓരോ ഇപ്പൊ ഫുൾ നെയിമിന് ഒരു എറർ, ജെൻഡറിന് ഒരു എറർ ടാഗ്, ചെക്ക് ബോക്സിന്, സെലക്ടിന്, അങ്ങനെ ഓരോന്നിനും കൊടുക്കുക. അതായത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാം കൂടി ഒരു ഒറ്റ ഇതിൽ കൊണ്ട് ഇവിടെ കൊണ്ടാണ് എറർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാതെ ഇപ്പൊ ഇവിടെ ഇൻപുട്ടിന്റെ അവിടെയായിട്ട് സൈഡിലായിട്ട് വന്നുവെങ്കിൽ സ്പാൻ ടാഗ് കൊടുക്കുക, ഐ ഡി പറയുക, എന്താണ് എഫ് നെയിം എറർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ജെൻഡറിൻ്റെ ഇതിലേക്കാണെങ്കിൽ അവിടെയും ഇതേപോലെ എന്ത് കൊടുക്കുക, താഴ്ത്താണ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിവില് ഐ ഡി ഈസ് ഈക്വൽ ടു ജെൻഡർ എറർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നിനും കൊടുക്കുക. എന്നിട്ട് അതനുസരിച്ച് ഇവിടെ വാലിഡേഷൻസ് മാറ്റുക. ഇപ്പൊ ഇത് ഞാൻ എഫ് നെയിം എറർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഡോക്യുമെന്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ലെറ്റ് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അലേർട്ട് എന്നല്ല കൊടുത്തിരിക്കുന്നത്, അത് മാറ്റിയിട്ട് എനിക്ക് ഇങ്ങനെ കൊടുക്കാം, ഡോക്യുമെന്റ് ഡോട്ട് ക്യൂറി സെലക്ട് ഐ ഡി എഫ് നെയിം എറർ dot text content equal to only alphabetic. Yes. ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നു, ടെക്സ്റ്റും നമ്പേഴ്സും മിക്സ് ചെയ്ത് കൊടുക്കുന്നു. cannot set property null value text content. Why? Text content query selector. കേട്ടില്ല? ആ, മൂന്നാറെണ്ണം. ഇതിന്റെ നേരെ തന്നെ വന്നു സ്പാൻ ടാഗ്. അപ്പൊ ഇതേപോലെ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന സ്പാൻ ടാഗ് കൊടുക്കണമെങ്കിൽ ഇത് ജെൻഡറിന്റെ നേരെ എന്ത് വരും, അത് തന്നെ വരും. അങ്ങനെ ഓരോന്നിനും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്താ ചെയ്തത്, സെലക്ട് ടാഗിന്റെ കൊടുത്തായിരുന്നു. പിന്നെ ഈ ആൽഫബറ്റ്സിന് എന്ത് ചെയ്യുന്നു, നമ്പർ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫുൾ പ്യുവർ ഇത് ചെയ്യാൻ വേണ്ടി പാറ്റേൺ ഇട്ട് കൊടുക്കും. അപ്പോൾ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ലാഷിലാണ്, ഗ്രേറ്റർ സൈൻ ആൽഫബറ്റ് സ്പേസ് സ്റ്റാർ ഡോളർ സൈൻ സ്ലാഷ് ജി. ജി മീൻസ് ഗ്ലോബൽ, എല്ലാത്തിലും പോയി ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇത് ചെയ്തിടാം. ഇത് തന്നെ നിങ്ങൾക്ക് എന്തൊരു ഇമെയിലിന്റെ ഒരു സെയിം എന്ന് പറഞ്ഞാൽ സെയിം അതേ ഫുൾ നെയിമിന്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേ തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഫീൽഡ് നെയിം മാത്രം മാറും എന്നുള്ള. ഓക്കെ, അതിൽ ഇമെയിലിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്താൽ മതി, പാറ്റേൺസ് ഒക്കെ കിട്ടും. അതിനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ഞാൻ ആൽഫബറ്റ്സിന് പകരം ഇമെയിൽ വാലിഡേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ പാറ്റേൺ കിട്ടും. പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അത് വേറൊരു സെക്ഷനാണ് ജാവാസ്ക്രിപ്റ്റിന്റെ. പക്ഷെ അത് നമ്മൾ കുറെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഓൾറെഡി വരുന്നുണ്ട്. ഇതായിരിക്കും ഇമെയിലിന്റെ, അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതില് കണ്ടോ ഇതേപോലെ കൊടുത്തിട്ടുണ്ടാവും. ഈ മാച്ചിന്റെ ഉള്ളിൽ കണ്ടോ, ഇത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നെയിമിന്റെ കൊടുത്തില്ലേ എഫ് പാറ്റേൺസ്, അതേപോലെ തന്നെ ഇമെയിൽ പാറ്റേൺസ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്താണ്
ഇപ്പോൾ എഫ് ഡോട്ട് വാല്യൂ എഫ് നെയിം ഡോട്ട് വാല്യൂ എന്നാണെങ്കിൽ ഇമെയിൽ ഡോട്ട് വാല്യൂ ഡോട്ട് ടെസ്റ്റ് ഈക്വൽ ടു ഇമെയിൽ പാറ്റേൺ, അങ്ങനെ ചെയ്യാൻ പാടും. ഇപ്പൊ സെയിം ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഈ കാര്യം കൂടി ചെയ്ത് ചെയ്യാം, വേണ്ടത് കംപ്ലീറ്റ് ആക്കാം രജിസ്ട്രേഷൻ്റെ. കിട്ടുമോ നോക്കാം നമുക്കെല്ലാം. ഇപ്പൊ എന്തൊക്കെ വരും ഇനിയിപ്പോ? ഒരാളുടെ പേര്, ഒരാളുടെ ഫോൺ നമ്പർ, ഒരാളുടെ ഇമെയിൽ, പിന്നെ അയാളുടെ ജെൻഡർ ഓൾറെഡി ഉണ്ട്, അയാളുടെ ഹോബീസ്, അയാളുടെ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ഒരു അഡ്രസ്സും കൂടി വരും. അത്ര കിട്ടാണ്. ഇനി ഇതിലേറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. വാലിഡേറ്റ് ഫോൾസ്, വാലിഡേറ്റ് ഫോൾസ് എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ വാലിഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ കറണ്ട് എന്താണോ അത് റിട്ടേൺ ആവും. കറണ്ട് ഫോൾസ് ആണെങ്കിൽ ഫോൾസിലേക്ക് പോകും, അല്ലാത്ത പക്ഷം ട്രൂയിലേക്ക് പോകും. അപ്പം എൽസിന് എല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കണം? വാലിഡ് എന്ന് പറയുന്നത് ട്രൂ ആക്കി കൊടുക്കണം. ഇപ്പോൾ എറർ വന്ന സ്ഥലത്തെല്ലാം നമ്മൾ വാലിഡ് ഫോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കറക്റ്റ് ആയാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? വാലിഡ് എന്നുള്ളത് ട്രൂ ആയിട്ട് മാറുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴും എന്തുണ്ടാവും? ഫോൾസ് ആയിട്ട് കിടക്കും. എന്നാലും ഇത് അത്ര നല്ല പാറ്റേൺ അല്ല. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞാലേ ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോൾ ലാസ്റ്റ് വന്നതിൽ ഏതെങ്കിലും ഫോൾസ് ഉണ്ടെങ്കിൽ അതായിരിക്കും വന്നത്. എന്നാലും ട്രൂ ഓഫ് ഫോൾസിന്റെ കേസിലേക്ക് എത്തുമ്പോൾ ഒരെണ്ണം തെറ്റ് വന്നാൽ എന്തിലേക്ക് പോകും? ഫോൾസിലേക്ക് പോകും എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നമുണ്ട്. കാരണം ആദ്യത്തേത് ഫോൾസ് ഒന്നും, അതിന്റെ തൊട്ട് താഴത്തെ ട്രൂ ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ട്രൂ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോ നോക്കണ്ട, അത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താവണം, എല്ലാത്തിനും സെപ്പറേറ്റ് ഇപ്പൊ ഇമെയിലിന് ഒരെണ്ണം ഒരു ഫംഗ്ഷൻ, ഫുൾ നെയിമിന് ഒരു ഫംഗ്ഷൻ, ജെൻഡറിന് ഒരു ഫംഗ്ഷൻ, അങ്ങനെ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് കൊണ്ടുവരണം. എന്നിട്ട് ആ ഫംഗ്ഷനിൽ നിന്ന് എന്താണോ റിട്ടേൺ ആകുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക സബ്മിറ്റിനുള്ളിൽ. ഓക്കെ, ട്രൂ അല്ല. അതായത് ഇപ്പൊ എനിക്ക് ഇതെല്ലാം കംപ്ലീറ്റഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഇടാം, ചെക്ക് ചെയ്യാം. Update follow.